വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 50ാം വാർഷികാഘോഷത്തിന് ജൂലൈ 20 തിങ്കളാഴ്ച തുടക്കമാകും. വൈകിട്ട് 3:30 നടക്കുന്ന പരിപാടി മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. 6 മാസം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികളാണ് 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തിങ്കളാഴ്ച വൈകിട്ട് 3:30 നടക്കുന്ന പരിപാടി മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഹൈടെക് ഫാം ഉദ്ഘാടനം, ക്ഷീരകർഷക സെമിനാർ, സ്ഥാപകാംഗങ്ങളെ ആദരിക്കൽ, കന്നുകാലി പ്രദർശനം, ക്ഷീരകർഷക പെൻഷൻകാരുടെ സംഗമം, സുവർണ ജൂബിലി സ്മാരക സമർപ്പണം, സ്മരണിക പ്രകാശനം, ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും കുടുംബസംഗമം തുടങ്ങിയ പരിപാടികൾ സുവർണ ജൂബിലി ആഘോഷ സമാപനത്തിന് മുന്നോടിയായി നടത്തും. ഈ 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള ശ്രീ തോമസ് ഐസക് നിർവഹിക്കും. ആ ചടങ്ങിൽ സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ ടി.എ. മധുസൂദനാണ് അധ്യക്ഷത വഹിക്കുക. ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് സരീഷ് ശശി മുഖ്യാതിഥിയാകും. ആ പരിപാടി തൊട്ട് വിവിധങ്ങളായ പരിപാടികൾ, അത് ക്ഷീര കർഷകരുടെ സംഗമം, പഴയകാല മെമ്പർമാരുടെ ഒരു കൂടിച്ചേരൽ, ഒപ്പം തന്നെ ഈ രംഗത്തെ സാധ്യതകൾ ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ സെഷനുകൾ. വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി നിരവധി പുതിയ ഉൽപ്പന്നങ്ങൾ തുടർന്നും വിപണിയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. 20,000 പാക്കറ്റ് ഡബിൾ ഡോണ്ട് കട്ടപ്പാൽ വിപണിയിൽ ഇറക്കുവാനുള്ള സൗകര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. തിങ്കളാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ടി.എ. മധുസൂദനൻ അധ്യക്ഷനാകും. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരീഷ് ശശി മുഖ്യാതിഥിയായി സംബന്ധിക്കും. വിവിധ മേഖലകളിലെ പ്രമുഖർ ആശംസകൾ നേരും. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ പി. സന്തോഷ്, കെ. വി. സുധാകരൻ, കെ. സതീശൻ, പി. വി. രാമചന്ദ്രൻ, വി. സത്യൻ, ടി. വി. രാജവല്ലി, ടി. പത്മനാഭൻ, എം. ബാബു, ടി. ടി. മധു എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.